മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കേരള സർവകലാശാലയിലേക്ക് SFI പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. VC മോഹനൻ കുന്നുമ്മലിന്റെ കാർ അടക്കം തടഞ്ഞുകൊണ്ടായിരുന്നു SFIയുടെ പ്രതിഷേധം. പ്രതിഷേധക്കാർ VCയുടെ കാർ തടയുന്ന സാഹചര്യമായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിരുന്നു. ദളിത് വിദ്യാർത്ഥിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ വിജയകുമാരിയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ വൈസ് ചാൻസലറുടെ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് SFIയുടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരള സർവകലാശാലയിലാണ് ഇത്തരത്തിൽ വൈസ് ചാൻസലറുടെ വാഹനമടക്കം തടഞ്ഞു നിർത്തിക്കൊണ്ട് SFI പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ദളിത് വിദ്യാർത്ഥിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ വിജയകുമാരിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു SFIയുടെ പ്രതിഷേധം. കേരള സർവകലാശാലയിൽ ജാതി വിവേചനം നേരിട്ടുവെന്ന് കാണിച്ച് വിദ്യാർത്ഥി വിപിൻ വിജയൻ നൽകിയ പരാതിയിലാണ് ഡീനെ പ്രതിചേർത്ത് കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. SC/ST ആക്ട് പ്രകാരമാണ് കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത വിഭാഗം മേധാവിയും ഓറിയന്റൽ സ്റ്റഡീസ് ഫാക്കൽറ്റി ഡീനുമായ ഡോക്ടർ CN വിജയകുമാരിയെ പ്രതിചേർത്തത്. ഗവേഷക വിദ്യാർത്ഥിയായ വിപിൻ PhD ഓപ്പൺ ഡിഫൻസ് റിപ്പോർട്ടിൽ ഒപ്പിട്ട് തരില്ലെന്ന് പറയുകയും മറ്റ് അധ്യാപകരുടെയും ഗൈഡുമാരുടെയും മുന്നിൽ വെച്ച് ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തുവെന്നാണ് വിദ്യാർത്ഥിയുടെ പരാതി. ഇതിലാണ് ഡീനെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ ഡീനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് SFI പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അധ്യാപികയുടെ ഔദ്യോഗിക മുറിയിൽ പ്രവേശിച്ചാൽ മുറി അശുദ്ധമായെന്ന് പറഞ്ഞ് വെള്ളം തളിക്കാറുണ്ട് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് വിദ്യാർത്ഥി ഡീനെതിരെ ഉന്നയിച്ചത്. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഡീനെ പുറത്താക്കണം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് SFI പ്രവർത്തകർ വൈസ് ചാൻസലറുടെ വാഹനമടക്കം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കേരള സർവകലാശാലയിലാണ് SFI പ്രതിഷേധം സംഘടിപ്പിച്ചത്.